ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മളുടെ നോഡ് ആപ്പിനെ ഫുൾ സ്റ്റാക്ക് ആക്കാൻ പോവുകയാണ്. അതായത് ബാക്ക് എൻഡ് എന്നുള്ള ഡാറ്റാസ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ റിയാക്ട് വെച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കോഴ്സ് എററും എക്സ്പ്ലെയിൻ ചെയ്യും, അതായത് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ്. അപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട് എൻഡ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഫ്രണ്ട് എൻഡ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ റിയാക്റ്റിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് പോവാണ്. എന്നിട്ട് cd ഫ്രണ്ട് എൻഡ്, അതിനകത്ത് npm സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കൊരു എറർ കാണുന്നുണ്ട്. 3000 ഓൾറെഡി യൂസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. നമ്മളുടെ ബാക്ക് എൻഡ് റൺ ആവുന്നത് 3000 അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളുടെ ബാക്ക് എൻഡിലെ പോർട്ടിന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക് എൻഡിൻ്റെ app.jsനകത്ത് ഇതിന് 3200 എന്ന് കൊടുക്കാം ബാക്ക് എൻഡിന്. നമ്മൾക്കറിയാം പൊതുവേ റിയാക്ട് റൺ ആവുന്നത് 3000 നമ്മളത് ചേഞ്ച് ചെയ്യുന്നത് വരെ. സോ ഇവിടെ നമുക്ക് npm സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നോർമലായിട്ട് തന്നെ നമ്മൾ റിയാക്ട് ആപ്പ് 3000 റൺ ചെയ്യാം. ബാക്ക് എൻഡ് 3200 റൺ ആവും. അപ്പോൾ ഇവിടെ കാണാം 3000 നമ്മൾ റിയാക്ട് ആപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസൊക്കെ SRCക്കകത്ത് നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ index.jsനകത്ത് നിന്ന് ഈ ആവശ്യമില്ലാത്ത ഇമ്പോർട്ട്സ് എല്ലാം കളഞ്ഞു. അതുപോലെ app.jsനകത്തും നമുക്ക് ഈ ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഫയൽസൊക്കെ നമ്മൾ കളഞ്ഞതാണ്. ഓക്കെ, ഈ ക്ലാസ് നെയിമും വേണ്ട, നമുക്ക് ഈ app.css ഫയലും വേണ്ട, നമുക്കത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് app.jsനകത്ത് റിയാക്റ്റും യൂസ് സ്റ്റേറ്റ് ഹുക്കും ഇമ്പോർട്ട് ചെയ്യാം. റിയാക്റ്റ് പിന്നെ കേളി ബ്രേസസിനകത്ത് യൂസ് സ്റ്റേറ്റ് ഹുക്ക്. നമ്മളുടെ API കോള് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒരു ഹെഡർ കൊടുക്കാം. നമ്മളതിനകത്ത് h2 ടാഗിന് കൊടുക്കാം കുറച്ച്, എന്നിട്ട് റിയാക്ട് ഫ്രണ്ട് എൻഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിനൊന്ന് സെൻറ്റർ ചെയ്യാം. അതിനായിട്ട് ഒരു ഈസി വഴിയായിട്ട് ഞാൻ സെൻറ്റർ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെൻറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് API കോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മുടെ ആപ്പിനകത്ത് അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അലൈൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് npm ഇൻസ്റ്റാൾ ആക്സിയോസ്. ആക്സിയോസ് ലൈബ്രറി വെച്ചിട്ടാണ് നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റാസ് ഫെച്ച് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. npm സ്റ്റാർട്ട്, നമ്മുടെ ആപ്പ് വീണ്ടും റൺ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ആപ്പ് വീണ്ടും റണ്ണിങ് ആണ്. ഇനി നമുക്ക് ആക്സിയോസ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ്. ഓക്കെ, ഇനി നമ്മൾക്ക് സ്റ്റേറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഡാറ്റാസ് സെറ്റ് ഡാറ്റാസ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്, ഒരു MTR പാസ് ചെയ്ത് കൊടുക്കാം. സോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക് എൻഡിൽ നിന്ന് നമ്മുടെ data.jsനകത്തുള്ള കംപ്ലീറ്റ് ഡാറ്റാസും നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗെറ്റ് മെത്തേഡിൽ നിന്ന് വരുന്ന ഡാറ്റാസിനാണ്. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം ഡാറ്റാസ് ഫെച്ച് ചെയ്യാൻ. സോ ഫെച്ച് ഡാറ്റാസ് ഫ്രം ബാക്ക് എൻഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത്രയും വലിയ പേര് കൊടുക്കണമെന്നില്ല. ഫെച്ച് ഡാറ്റാസ് ഈക്വൽ ടു അസിങ്ക് ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. അസിങ്ക് എന്നിട്ട് ഒരു ആരോ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ട് അതിനകത്ത് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു await, അസിങ്ക് await. ഓക്കെ, എന്നിട്ട് ആക്സിയോസ് ഡോട്ട് ഗെറ്റ്, ആക്സിയോസിൻ്റെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ്. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മളുടെ http:// ഹോസ്റ്റ് ബാക്ക് എൻഡിൻ്റെ പോർട്ട് 3200 അല്ലേ നമ്മളുടെ app.js റൺ ആവുന്ന ബാക്ക് എൻഡിൽ. യെസ്, സോ ബാക്ക് എൻഡിൻ്റെ പോർട്ട് നമ്പർ കൊടുക്കുക. എന്നിട്ട് എൻഡ് പോയിൻ്റ് കൊടുക്കുക, ഏതിലാണ് ഡാറ്റ കിടക്കുന്നത് എന്നുള്ളത്. സോ റൗട്ട് കിടക്കുന്നത് നോർമൽ ജസ്റ്റ് 3200 പക്ഷെ നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമുക്കിതിന് ഡാറ്റാസ് ഒന്ന് കൊടുക്കാം. സോ ഈ ഡാറ്റാസിലേക്ക് പോയാൽ മാത്രമേ ആ ഡാറ്റാസ് ഇവിടെ ഫെച്ച് ആകാൻ പാടുള്ളൂ. പ്രോപ്പറായിട്ട് അത് പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് വരുന്ന ഡാറ്റാസിന് ഈ സെറ്റ് ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. സോ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ നമ്മളുടെ സെറ്റ് ഡാറ്റാസ് വഴി സ്റ്റേറ്റ് വേരിയബിളിൽ ആഡ് ആവും. ഇനി കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ. സോ നമുക്ക് ഡാറ്റാസ് ഫെച്ച് ആയോന്ന് അറിയണ്ടേ ഫസ്റ്റ്. സോ അതിന് നമുക്കൊരു പേര് കൊടുക്കാം, ഡാറ്റ എന്ന്. എന്നിട്ട് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രൗസർ എടുത്തിട്ട് നമുക്ക് ഇൻസ്പെക്റ്റ് ഓൺ ചെയ്യാം, കൺസോളിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഫെച്ച് ഡാറ്റാസ് വർക്ക് ചെയ്യാനായിട്ട് ഒരു ബട്ടൺ കൊടുക്കാം. ഒരു ബ്രേക്ക് ടാഗ് ഇട്ടിട്ട് താഴെ ഒരു ബട്ടൺ ടാഗ് പാസ് ചെയ്യാണ്. എന്നിട്ട് അതിന്
ഒരു നെയിം കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. അതിൻ്റെ ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മളുടെ ഫങ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. സോ ഓൺ ക്ലിക്ക് ഇവൻറ്റിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മളുടെ ഫെച്ച് ഡാറ്റാസ് ഫങ്ഷൻ പാസ് ചെയ്ത് കൊടുത്തു. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസോൾ കാണാൻ പറ്റണം. റിഫ്രഷ് ചെയ്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കോഴ്സ് എറർ വന്നിട്ടുണ്ട്. സോ ഇതെന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എൻഡ് 3000 പോർട്ടിലും ബാക്ക് എൻഡ് 3200 വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ഒറിജിൻസ് തമ്മിൽ ഡാറ്റ ഷെയർ ആകുമ്പോൾ നമ്മുടെ ബ്രൗസർ സെറ്റപ്പ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി മെഷറാണിത്. സോ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ബാക്ക് എൻഡിലേക്ക് പോവാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ബാക്ക് എൻഡ് സെർവർ. എന്നിട്ട് app.jsനകത്ത് ഇവിടെ നമുക്ക് കോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. npm install കോഴ്സ് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിങ്, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇവിടെ മേൽഭാഗത്തായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് app.use കോഴ്സ് എന്ന് കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് വർക്കാവും. സോ കോൺസ്റ്റ് കോഴ്സ് ഈക്വൽ ടു റിക്വയർ കോഴ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് app.use കോഴ്സ് എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് എല്ലാ ഒറിജിൻസിനെയും അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് npm സ്റ്റാർട്ട് അല്ല നോഡ് മോണാണ് ഇവിടെ ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൺ ആവുന്നുണ്ട്. നമുക്ക് റിഫ്രഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ഡാറ്റ പ്രോപ്പറായിട്ട് ഫെച്ചായി വരുന്നുണ്ട്. നമ്മൾ data.jsനകത്ത് നിന്ന് കറക്റ്റായിട്ടാണത് വരുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഫയലിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫെച്ച് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. സോ ഇതിനകത്ത് ഞാനൊരു എക്സസൈസ് തരാം. നമ്മുടെ app.jsനകത്ത് വരുന്ന ഈ ഡാറ്റാസിനെ JSXനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള GitHub ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.